നമുക്ക് അലീനയുടെയും മനുഷ്യങ്ങളുടെയും നല്ലൊരു കഥ കേട്ടാലോ? അതിനുപരി കാര്യം പറഞ്ഞിട്ട് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അങ്ങനെ നമ്മൾ കാണുന്ന രോഹിത് ആരോടൊന്നും മിണ്ടാതെ മുറിയിൽ പോയി കിടക്കുവാണ്. കുറച്ച് കഴിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേനും ബാലേന്ദ്രൻ മുറിയിലേക്ക് അങ്ങോട്ട് വരിക. ബാലേന്ദ്രൻ നല്ല വിഷമമുണ്ടായിരുന്നു രോഹിത്തിന്റെ കാര്യത്തില്. കാരണം എത്ര കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി അവനെ ജയിലിൽ നിന്ന് പുറത്തെത്തിച്ചേ. പക്ഷെ പുറത്തെത്തിയിട്ട് അവനൊരു മാറ്റവും ഇല്ല. അവന് ഉൾവലിഞ്ഞ് നിൽക്കുവാണ്. ആരോട് സംസാരിക്കുന്നില്ല. പഴയ സ്വഭാവമല്ല. ആഹാരം കഴിക്കണില്ല, ഒന്നും ചെയ്യുന്നില്ല. പുറത്തിറങ്ങാന്ന് വെച്ച് പുറത്തിറങ്ങി കഴിഞ്ഞപ്പോ നാട്ടുകാരെല്ലാം കൂടെ അവനെ തല്ലി ഓടിച്ചു. അത് ബാലേന്ദ്രന് വിഷമമുള്ള കാര്യമായിരുന്നു. ബാലേന്ദ്രന് മനസ്സിലാവുന്നുണ്ടായിരുന്നു അവന്റെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ. പിന്നീട് ബാലേന്ദ്രൻ മുറിയിലേക്ക് വന്ന് രോഹിത്തിനെ വിളിക്കുകയാണ്. അപ്പൊ കഥകിന്റെ പൂട്ടും ഒക്കെ എടുത്തുകൊണ്ട് എളുപ്പമുണ്ടായിരുന്നു. ഇപ്പൊ അവന് കുറ്റിയായിട്ട് അകത്ത് കിടക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ കഥകം തുറന്ന് ബാലേന്ദ്രൻ വന്നു കഴിഞ്ഞപ്പോ രോഹിത്ത് മൈൻഡ് ചെയ്തില്ല. രോഹിത്ത് അനങ്ങാതെ കിടക്കുക. അപ്പോഴേക്കും ബാലേന്ദ്രന്റെ അവന്റെ അടുത്ത് വന്ന് അരയിലിരിക്കുകയാണ്. ഈ സമയത്ത് രോഹിത്ത് എഴുന്നേറ്റ് കട്ടിലിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബാലേന്ദ്രൻ പറഞ്ഞു, എടാ മോനെ, നീ എന്തിനാ ഞങ്ങളോട് ദേഷ്യം കാണിക്കണേ? അതിന് മാത്രം എന്ത് തെറ്റാ ഞങ്ങൾ ചെയ്തേ? നീ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നിന്നെ വലിയൊരു ആപത്തിൽ നിന്ന് ഞങ്ങൾ രക്ഷിക്കുകയോ ചെയ്തേ. ഞങ്ങളൊക്കെ നിന്റെ ശത്രുക്കളല്ല, ഞങ്ങൾ മിത്രങ്ങളാ. അതെങ്കിലും നീ മനസ്സിലാക്കുക. ഞാൻ നിന്റെ അച്ഛനാണ്. ഇവിടെയുള്ള നിന്റെ കൂടപ്പറപ്പുകളാണ്. നിന്റെ അമ്മയെക്കുറിച്ച് നിനക്കറിയാലോ. അവള് ഹോസ്പിറ്റലിലാണ് താനും. പിന്നെ നീ ആരോട് എന്ത് വാശി വൈരാഗ്യം കൊടുക്കാനായിട്ടാ? രോഹിത്തൊന്നും മിണ്ടിയില്ല. നീ എന്തെങ്കിലും ഒന്ന് പറ. നീ ആഹാരം കഴിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. ഞങ്ങളോട് വാശി കാണിച്ചിട്ട് നിനക്ക് എന്ത് നേട്ടം ഉണ്ടാകുന്നേ? നിന്നോട് പലവട്ടം ഞങ്ങൾ ഉപദേശിച്ചിട്ടുണ്ട് നിന്നെ. എടാ, ആ ഹരിയുടെ കൂടെയുള്ള കൂട്ടുകെട്ടുകളും കാര്യങ്ങളൊന്നും ശരിയല്ല എന്ന്. പക്ഷെ അന്നൊക്കെ ഞങ്ങളൊരു പുച്ഛഭാവത്ത് നോക്കിയിട്ട് നീ പോയിട്ടുള്ളൂ. ഇപ്പം മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞാല് എത്രമാത്രം സത്യാവസ്ഥയുണ്ടെന്ന്? ഇനിയെങ്കിലും നീ നന്നാവാൻ നോക്ക്. സമയം വൈകിട്ടില്ല. നീ നിരപരാധിയാന്നുള്ള കാര്യം ഞങ്ങൾക്കൊക്കെ അറിയാം. നിന്നോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യവും ഇല്ലാന്ന് പറഞ്ഞു. പിന്നെ നാട്ടുകാർക്ക് അറിയില്ലല്ലോ നീ നിരപരാധിയാണോ അല്ലയോ എന്നുള്ള കാര്യം. എല്ലാരും വിചാരിക്കുന്ന പണം കൊടുത്ത് സ്വാധീനിച്ച ആ പെൺകുട്ടിയെ കൊണ്ട് കാര്യങ്ങൾ പറയിച്ച് നിന്നെ പുറത്തെത്തിച്ചാന്നാ. പക്ഷെ അങ്ങനെയൊന്നുമല്ല. നിന്റെ മനസാക്ഷിക്കും കാര്യങ്ങളൊക്കെ അറിയാം. നീ ആരുടെ മുന്നിൽ തലകുനിക്കേണ്ട കാര്യമില്ല. അങ്ങനെ കുറെ ഉപദേശങ്ങൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ രോഹിത് അതൊന്നും മൈൻഡ് ചെയ്തേ. രോഹിത് പെട്ടെന്ന് തന്നെ തിരിഞ്ഞു കിടക്കുകയാണ്. പുതപ്പും പൊതിച്ച് വീണ്ടും കിടന്നു. ബാലേന്ദ്രന് ഭയങ്കര വിഷമായി. ബാലേന്ദ്രൻ തിരിച്ച് താഴേക്ക് ഇറങ്ങി പോന്നു. ആ സമയത്ത് ശിവശങ്കരനോട് കമല പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. ഒരു കാരണവശാലും വായിച്ച ഈ വീട്ടിലേക്ക് ഞാൻ കേട്ടില്ല എന്ന് പറഞ്ഞു. എടി, അതിന് വേറെ വീട് വാടക വീട് അവിടെ എടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് പോയിക്കോണം. പക്ഷെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടെങ്കിൽ എന്നെ കൂടെ നോക്കാനൊന്നും പറ്റില്ല എന്ന് കമല തറപ്പിച്ച് പറഞ്ഞു. അല്ലെങ്കിൽ തന്നെ ഒരു തള്ളയെ നോക്കുന്നതിന്റെ ബുദ്ധിമുട്ട് എനിക്കറിയാം എങ്ങനെയാന്ന്. ശിവശങ്കരൻ പറഞ്ഞു, അതിന് നീ നോക്കുന്നില്ലോ. ഇടയ്ക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ഇച്ചിരി പിച്ച കൊടുക്കുന്നല്ലോ കൊണ്ടേ കൊടുക്കുന്നല്ലേ ഉള്ളൂ എൻ്റെ അമ്മയ്ക്ക് ആഹാരം. പിന്നെ അതെങ്കിലും ഞാൻ കൊടുക്കുന്നുണ്ടല്ലോ. ഒരു കാര്യം ചെയ്യാം, നിങ്ങളൊരു ഹോം നേഴ്സിനെ ആരെയും നിർത്തുക, അല്ലെങ്കിൽ ജോലിക്കാരിയെ നിർത്തുക. ഇത് കേട്ട് കഴിഞ്ഞപ്പോ ശിവശങ്കരൻ പറഞ്ഞു, എന്നിട്ട് വേണം ഞാൻ അവൾക്കൂടെ സാലറി കൊടുക്കാനായിട്ട് എന്നൊക്കെ പറഞ്ഞോട് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോയി. അതിനുശേഷം ശിവശങ്കരൻ ഗംഗാധരനെ വിളിക്കുകയാണ്. ഗംഗാധരനെ വിളിച്ചിട്ട് ഗംഗാധരനോട് കാര്യങ്ങൾ പറയാണ്. ഗംഗേട്ട, നാളെ വൈജയെ ഡിസ്ചാർജ് ചെയ്യുമെന്ന് പറഞ്ഞു ഹോസ്പിറ്റലിൽ നിന്ന്. ഡിസ്ചാർജ് ചെയ്യണം? അതെ. പക്ഷേങ്കിൽ അവള് കടപ്പാട്ട് വീട്ടിലേക്ക് പോകുന്നില്ലെന്നാ പറഞ്ഞ്. അതെന്താ പോകുന്നില്ലാത്ത? അവൾക്ക് ബാലേന്ദ്രനുമായിട്ട് ഡിവോഴ്സ് വേണം പോലും. അവള് വേറെ വീടെടുത്ത് അങ്ങോട്ടേക്ക് മാറാൻ അവളുടെ ഉദ്ദേശം എന്ന് പറഞ്ഞു. ഗംഗാധരൻ പറഞ്ഞു, അത് ശരിയായിട്ടുള്ള കാര്യമല്ലോ. അതെ, ശരിക്കും പറഞ്ഞാൽ അവള് കാരണമാണ് ഇപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരിക്കുന്നത്. അവളുടെ മോളാണ് അലീന. അവളൊന്നും മനസ്സിലാക്കുന്ന പോലുമില്ല. അവൾക്ക് അലീനയോടാണ് ദേഷ്യം. അലീന ആ വീട്ടിലുള്ളിടത്തോളം കാലം അവൾ അങ്ങോട്ടേക്ക് പോവില്ലെന്നാ പറയണേ. ഗംഗാധരൻ പറഞ്ഞു, ഇനിയിപ്പോ എന്ത് ചെയ്യും? എന്തേലും ചെയ്യണം ഗംഗേട്ട. അല്ലെങ്കിലുണ്ടല്ലോ കോടതിയിൽ ഡിവോഴ്സ് കേസ് എത്തി കഴിയുമ്പോഴത്തേനും ബാലേന്ദ്രൻ വെറുതെ വിടില്ല. മൊത്തം നാറ്റിക്കും. കൈതയ്ക്കലും മാളി വീട്ടിലുള്ളവർ പിന്നെ തലേ മുണ്ടിട്ടുകൊണ്ട് പുറത്തിറങ്ങിയാൽ മതി. അമ്മാതിരിയായിരിക്കും. ബാലേന്ദ്രൻ അലീനയെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കോടതി വിളിച്ചു പറയും. വൈജയന്തി ആയിരിക്കും ശരിക്കും നാണം കെടാൻ പോകുന്നേ. പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന അറിയാലോ. അത് കേട്ട് കഴിഞ്ഞപ്പോ ഗംഗാധരൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, നീ ഒന്ന് പറഞ്ഞു നോക്ക്. ഞാൻ പറഞ്ഞുകൊണ്ടൊന്നും ആയില്ല. ഗംഗേടൻ ഒരു കാര്യം ചെയ്യാം, ഗംഗേടനും കൂടി ഇങ്ങോട്ടേക്ക് വാ. അവളെ കണ്ട് സംസാരിക്കുക. എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞ് തിരികെ കടപ്പാട്ടൂര് എത്തിക്കണം. അത് മാത്രമല്ല, ഇവിടുത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളെ കുറിച്ചൊക്കെ ഗംഗേടൻ അറിയാലോ. രോഹിത്ത് പുറത്തിറങ്ങി. പക്ഷെ ഹരിക്ക് ഇതിലായിട്ടും പുറത്തിറങ്ങാൻ പോലും പറ്റിയിട്ടില്ല. ഞാൻ എൻ്റെ ജോലിയും കളഞ്ഞിട്ട് എത്ര ദിവസങ്ങളായെന്നറിയാം ഇതിനു വേണ്ടി മെനക്കെട്ട് ഇവിടെ വന്ന് നിൽക്കുന്നേ. ഇനിയിപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഈ വൈജയുടെ കാര്യം കൂടെ എല്ലാം കൂടെ എൻ്റെ തലയിലേക്ക് എടുത്തു വെക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ ഗംഗാധരൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ, ഞാൻ വരാം, നമുക്ക് കണ്ട് സംസാരിക്കാന്നൊക്കെ പറഞ്ഞു. ഇക്കാര്യത്തിലൊരു തീരുമാനം ഉണ്ടാക്കണമല്ലോ. വൈജയനെ അങ്ങനെ വിട്ടിട്ട് കാര്യമില്ലോ എന്ന് പറഞ്ഞു. പിന്നീട് രാജീവിനെ വിളിക്കുകയാണ്. രാജീവിനെ വിളിച്ചിട്ട് ശിവശങ്കരൻ കാര്യങ്ങൾ പറയണം. നീ ഇങ്ങോട്ടേക്കൊന്ന് വരാൻ പറ്റിയെങ്കിൽ വരണം.
വൈജിയോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പം രാജീവൻ പറഞ്ഞു, വൈജിയോട് കൊള്ളാം, അവളോട് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? വെറുതെ കുടത്തിന്റെ പുറത്ത് വെള്ളം ഒഴിക്കുന്ന പോലെയാ, തലയിലേക്കൊന്നും കേറത്തില്ല. അവളുടെ വിചാരം അവൾ എന്തോ വലിയ ആളാന്നാ. രാജീവേ, കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെയാ, പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. പെങ്ങളായി പോയില്ല, കൊന്നുകളയാൻ പറ്റുമോ? പിന്നെ സത്യങ്ങളൊക്കെ വിളിച്ചു പറയാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതറിഞ്ഞു കഴിയുമ്പത്തേനും അവൾ എന്ത് ചെയ്യുമെന്ന് പറയാനും പറ്റില്ല. ചിലപ്പോൾ അവൾ ആത്മഹത്യ ചെയ്യും, അല്ലെങ്കിൽ ബാലേന്ദ്രന്റെ മുന്നിൽ അവൾക്ക് നിൽക്കാൻ പോലും പറ്റില്ല. ജീവിതം തകർന്നു പോകും. എങ്ങനെയെങ്കിലും അവളെ കടപ്പാട്ട് വീട്ടിലെത്തിക്കണം. അവള് വേറെ വാടകയ്ക്ക് താമസിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അവൾ അടുത്ത നീക്കം ഡിവോഴ്സ് ആയിരിക്കും. ഡിവോഴ്സ് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ബാലേന്ദ്രൻ വെറുതെ ഇരിക്കുവോ? ബാലേന്ദ്രൻ ഇങ്ങനെ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുവാണ് സത്യങ്ങളൊക്കെ വിളിച്ചു പറയാനായിട്ട്. വൈജയുടെ അധോഗതിയായിരിക്കും അതോട് കൂടിയിട്ട്. രാജീവൻ പറഞ്ഞു, ശിവേട്ടൻ ചെന്ന കാര്യമായിട്ടാണ് അവളോട് സംസാരിക്കുക. ഇനി ഒരു നിവൃത്തി ഇല്ലാതെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യങ്ങളൊക്കെ തുറന്നു പറ. ഹരിയന് അവളുടെ മോളാന്നുള്ള കാര്യം, അവളുടെ അഹങ്കാരം അങ്ങോട്ട് മാറട്ടെ. എത്രയെന്ന് വെച്ചാൽ നമ്മൾ സഹിച്ച് ക്ഷമിച്ച് മുന്നോട്ട് പോണേ എന്നൊക്കെ രാജീവനും പറയുവാണ്. രാജീവന് നല്ല ദേഷ്യമായിരുന്നു വൈജയുടെ കാര്യം ഓർത്തിട്ട്. ഓരോ പ്രശ്നങ്ങൾ കഴിയുമ്പോഴത്തേനും അടുത്ത പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ, എത്രയെന്ന് വെച്ചാൽ സഹിക്കുന്നേ. ഈ സമയത്ത് രോഹിത് മൂടി പൊതച്ച് കിടക്കുവാണ്. അലീനെ ഇടയ്ക്ക് വന്ന് നോക്കുമ്പോഴും രോഹിത് എണീറ്റിട്ടുണ്ടായിരുന്നില്ല. അലീക്ക് സംശയം, ഇതെന്താ ഇവന് ഇങ്ങനെ കിടക്കണേന്ന് ഓർത്തു. പിന്നീട് ചായയൊക്കെ ആയിട്ട് ഒന്ന് വിളിച്ചെങ്കിലും രോഹിത് തിരിഞ്ഞു പോലും നോക്കിയില്ല. അലീനയ്ക്കറിയാം ചായ കൊണ്ട് വെച്ചാലും അവൻ്റെ അടുത്ത് എറിഞ്ഞു കളയത്തുള്ളൂ, കുടിക്കാനൊന്നും തയ്യാറാവത്തില്ല. പിന്നീട് അലീനെ പതുക്കെ വന്ന് രോഹിത്തിനെ വിളിക്കുവാണ്. രോഹിത്തിനെ വിളിച്ചു, പക്ഷെ രോഹിത്ത് മിണ്ടിയില്ല, മിണ്ടാതെ കിടക്കുവാണ്, മൂടി പതിച്ച് കിടക്കുക. അപ്പൊ ഈ ചൂടത്ത് ഇവനെന്താ മൂടി പതിച്ച് കിടക്കണേ? പെട്ടെന്ന് അലീനയ്ക്ക് തോന്നി ഈ പനി വല്ലതും ഉണ്ടോന്ന് അറിയില്ലല്ലോ. അങ്ങനെ ഒടുവിൽ എന്ത് ചെയ്തു, ആ നെറ്റിയിൽ ഒന്ന് തൊട്ട് നോക്കുവാണ്. അപ്പൊ ചൂടുണ്ട്. പെട്ടെന്ന് രോഹിത്ത് ചാടി എഴുന്നിട്ട് ആ കൈയൊക്കെ തട്ടി മാറ്റി, എന്നെ തൊട്ട് പോരോന്ന് പറഞ്ഞു. അലീന പറഞ്ഞു, അല്ല ഞാനത് പനിയുണ്ടോന്ന്. വേണ്ട, എന്നെ തൊടണ്ടെന്നല്ലേ പറഞ്ഞേ, മാളെ നിൽക്കാൻ കൂടെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുവാണ്. സ്വസ്ഥതയോടെ സമാധാനത്തോടെ ഇവിടെ കിടക്കാനും സമ്മതിക്കില്ല. പുറത്തേക്ക് പോകാന്ന് വെച്ചാൽ അതിനും പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് രോഹിത്ത് ദേഷ്യപ്പെട്ട് കിടക്കുക. അലീനയ്ക്ക് ഭയങ്കര സങ്കടമായി. എന്ത് ചെയ്യണമെന്ന് അറിയണ്ടായിരുന്നില്ല. കാരണം അലീനയ്ക്കറിയാം രോഹിത്തിന് നല്ല ബുദ്ധിമുട്ടുണ്ട്, വയ്യായികയുണ്ട്. അവന്റെ ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ അങ്ങനെ തോറ്റു പിന്മാറാനായിട്ട് അലീന ഒരുക്കമായിരുന്നില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും മണിശങ്കർ വരുന്നുണ്ട്. അങ്ങനെ മണിശങ്കർ വന്നു കഴിഞ്ഞപ്പം ഭവിത ഇറങ്ങിച്ചെന്നു. ഭവിതയോട് മണിശങ്കർ ചോദിച്ചു, എങ്ങനെയുണ്ട് നിന്റെ രോഹിത്തേട്ടന്? ആളിപ്പോ ഉഷാറായെന്ന് ചോദിച്ചു. എവിടെന്ന്? ആഹാരം പോലും കഴിച്ചിട്ടില്ല. അത് മാത്രമല്ല രോഹിത്തേട്ടൻ പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നല്ലേ, ആൾക്കാരെല്ലാം കൂടെ രോഹിത്തേട്ടനെ കല്ലെറിഞ്ഞെന്ന് പറഞ്ഞു. കല്ലെറിഞ്ഞെന്നോ? അതെ. ഒന്നും പറയാതിരിക്കുന്ന എന്റെ മനുവേട്ട ഭേദം എന്ന് പറഞ്ഞു. അല്ല അലീന എന്തിയെ? ഓ, അവൾ ഇവിടെയുണ്ട്. അവള് ഇടയ്ക്കിടയ്ക്ക് കൊണ്ട് കാപ്പിയും ചോറും കൊണ്ടേ കൊടുക്കും. അതൊക്കെ രോഹിത്തേട്ടൻ്റെ അടുത്ത് എറിയും. അവൾക്ക് വേറെ പണിയൊന്നുമില്ല. ഓ, അവൾക്ക് ഇതിന്റെ വല്ല ആവശ്യമുണ്ടോ? അവൾ ഈ വീട്ടിലേക്ക് വന്നതിന് ശേഷം ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. ഇത് കേട്ടപ്പം മണിശങ്കർ പറഞ്ഞു, നീ ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയ ഭവിതേ, അവള് വന്നതിന് ശേഷമാണോന്ന്. ഓരോന്നിനും സമയമുണ്ട്. ശരിക്കും പറഞ്ഞാൽ അവള് നിന്നെയൊക്കെ സംരക്ഷിക്കുകയോ ചെയ്തേ. അല്ലെങ്കിൽ ഈ രോഹിത് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി ജയിലിൽ കിടന്ന സമയത്ത് അങ്കിള് ഹോസ്പിറ്റലാ, നിന്റെ അമ്മയെ ഹോസ്പിറ്റലാ. ആ സമയത്ത് നീ ഒന്ന് ആലോചിച്ച് നോക്കി, നിന്നെയൊക്കെ സംരക്ഷിക്കാനായിട്ട് ആരാ ഉണ്ടായിരുന്നെന്ന്. നിനക്കൊക്കെ 3 നേരം വെച്ചു വിളമ്പി തരുന്നേ. പിന്നെ രോഹിത്തിനെ പുറത്തിറക്കാനായിട്ട് അലീന എത്രമാത്രം ത്യാഗം സഹിച്ചു. അതൊക്കെ നീ മനസ്സിലാക്കുന്നുണ്ടോന്ന് ചോദിച്ചു. അല്ല, അത് പിന്നെ മനുവേട്ട കൂടുതലൊന്നും പറയണ്ട. അവളിവിടെ ഉള്ളതുകൊണ്ട് മാത്രം നീയൊക്കെ ഇപ്പൊ ഇങ്ങനെ ഇരിക്കുന്നു, അല്ലേ കാണാരുന്നൊക്കെ പറഞ്ഞു. ആ സമയം അലീന അങ്ങോട്ടേക്ക് ഇറങ്ങി വരുന്നേ. അലീന വന്നു കഴിഞ്ഞപ്പോഴത്തേന് രോഹിത്തിനെ കുറിച്ച് ചോദിക്കണം. അലീന പറഞ്ഞു, പറഞ്ഞിട്ട് കാര്യമില്ല മനുവേട്ട, ഞാൻ സംസാരിക്കാൻ ശ്രമിച്ചിട്ടൊന്നും സംസാരിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല എന്ന് പറഞ്ഞു. സാരമില്ല, നമുക്ക് നോക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അവനൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കാം. ഞാൻ ഒന്ന് പോയി കാണട്ടെന്ന് ചോദിച്ചു. അലീന പറഞ്ഞു, വേണ്ട, ഇപ്പൊ അങ്ങോട്ട് ചെല്ലണ്ട. ചെന്നിട്ടുണ്ടെങ്കിലും ദേഷ്യമായിരിക്കും. വെറുതെ എന്തിനാ ചെന്നൊരു പ്രശ്നം ഉണ്ടാക്കണേ. മനുവേട്ടനൊരു കാര്യം ചെയ്യാം, പിന്നെ വന്ന് കണ്ടാൽ മതി എന്ന് പറഞ്ഞു. അപ്പോഴേക്കും മനു പറഞ്ഞു, പിന്നെ ഒരു കാര്യമുണ്ട്, നാളെ നിന്റെ അമ്മ ഡിസ്ചാർജ് ആയി വരുമെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വരുമോന്നൊന്നും അറിയത്തില്ല. വേറെ വാടകകൾ എടുത്തിട്ടുണ്ട്. പിന്നെ എൻ്റെ അച്ഛനും കൊച്ചനും ഒക്കെ ശ്രമിക്കുന്നുണ്ട് ഇങ്ങോട്ട് കൊണ്ടുവരാനെന്നൊക്കെ പറഞ്ഞു. അത് കേട്ടപ്പോൾ അലീന പറഞ്ഞു, ഇങ്ങോട്ടേക്ക് വന്നാൽ മതിയായിരുന്നു. ഇങ്ങോട്ടേക്ക് വന്നില്ലെങ്കിൽ അത് പിന്നെ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവൂലേ മനുവേട്ടാന്നൊക്കെ പറഞ്ഞു. നോക്കട്ടെ, എന്താണെങ്കിലും അച്ഛനും ചെറിയച്ഛനും ഒക്കെ വെറുതെ പോകുന്നതായിരിക്കില്ല. ആൻറ്റി ഇങ്ങോട്ട് തന്നെ കൂട്ടിക്കൊണ്ട് വരുമെന്നൊക്കെ പറഞ്ഞു. കുറച്ച് സമയം കൂടെ സംസാരിച്ച് ബാലേന്ദ്രനെയും കണ്ട് ബാലേന്ദ്രനോട് സംസാരിച്ചിട്ടാണ് മണിശങ്കർ പോകുന്നത്. ഇത്തിരി സമയം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അലീന രോഹിത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോൾ രോഹിത്ത് പനിച്ച് പറിച്ച് കിടക്കുവാണ്.
അലീനയ്ക്ക് മനസ്സിലായത് ഇങ്ങനെ പോയാൽ ശരിയാകത്തില്ലെന്ന്. അലീനെ പെട്ടെന്ന് എന്ത് ചെയ്തു, ഒരു തുണി കഷ്ണം എടുത്തുകൊണ്ടൊന്ന് നനച്ച് നെറ്റിക്കിടുവാണ്. അവൻ അനങ്ങിയില്ല. കാരണം അവന് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതിന് പോലെയുള്ള ശേഷി ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് വയ്യായികയായിരുന്നു. ജയിലിൽ നിന്ന് വന്നതിന് ശേഷം ആഹാരം കഴിച്ചിട്ടില്ല, നേരെ ചൊവ്വേ ഉറങ്ങാൻ പറ്റിയിട്ടില്ല. എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പോഴത്തേനും അവൻ ആകെപ്പാടെ വല്ലാത്തൊരു ദുരിതത്തിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അലീന അവൻ്റെ നെറ്റി തുണിയൊക്കെ നനച്ചിട്ട് അവന് കാവലിരിക്കുക രാത്രി മുഴുവനും. ഇടയ്ക്കിടയ്ക്ക് തൊട്ട് നോക്കും ചൂട് കുറവുണ്ടോന്ന്. മരുന്ന് കഴിക്കാൻ പറഞ്ഞാൽ മരുന്നൊന്നും കഴിക്കാൻ അവന് കൂട്ടാക്കുന്നുണ്ടായിരുന്നില്ലല്ലോ. തൻ്റെ സഹോദരനെ കൈ പിടിച്ച് ഇപ്പം ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന തൻ്റെ കടമയെന്ന് അവൾക്ക് മനസ്സിലായി. രോഹിത്തേക്ക് ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നു. തൻ്റെ നെറ്റിയിൽ തുണി നനച്ചിടുന്നേ തന്നെ കെയർ ചെയ്യുന്നതൊക്കെ രോഹിത്ത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പക്ഷെ അവനൊന്നും പ്രതികരിച്ചില്ല. അനങ്ങാതെ കിടക്കുക തന്നെ ചെയ്തേ. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. അങ്ങനെ ഒടുവിൽ രോഹിത്തും അലീനയോടൊപ്പം ചേരും. കാരണം ലോകത്തിന് മനസ്സിലാവും അലീനയുടെ സ്നേഹം എന്താ ഏതാന്നൊക്കെ. അപ്പം അതിൻ്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.